വചനം തിരുവചനം. ഓം ജഗദീശ്വര സദാഭിചിന്മയ ജഗദീശ്വര വന്ദേ. ഓം പരിപൂജിത പരാപരാത്മാ പരാപരാത്മാ അനവരതം വന്ദേ അനവരതം വന്ദേ അനവരതം വന്ദേ. സച്ചിദാനന്ദ സ്വരൂപനായ സർവേശ്വര, ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് വഴിയും സത്യവും ജീവനുമായി മാറിയിരിക്കുന്ന പരമകാരുണികനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം അങ്ങയുടെ തിരുമനസ്സിനൊത്തവണ്ണം ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ അന്തസ്സിൽ ഞങ്ങൾ എവിടെയായിരുന്നാലും കറയില്ലാതെ ജീവിച്ച് വിശുദ്ധരായിട്ട് ജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, ഷാലോം ടിവിയുടെ പ്രേക്ഷിതരെ, യേശുതമ്പുരാൻ്റെ നാമത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടുന്നതിന് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുതമ്പുരാൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നോടുകൂടി നടന്നവരിലും പ്രവർത്തിച്ചവരിലും ജീവിച്ചവർക്കുമൊക്കെ താൻ അവർക്ക് എന്തായിരിക്കണമെന്ന് യേശുതമ്പുരാന് ചില നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓരോരുത്തർക്കും താൻ എന്താണ് എന്ന് മനസാക്ഷിയിൽ ബോധ്യപ്പെടാൻ ഉതകുന്ന ചില ചോദ്യങ്ങളും സാരാംശങ്ങളും സിമിലുകളും ഈശോമിശിയുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അത് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുമുള്ള ഭാഷാപ്രയോഗത്തിലൂടെ തന്നെ തമ്പുരാൻ മനുഷ്യനെ ഉരച്ചു നോക്കിയിട്ടുണ്ട് ആരാണെന്നറിയാൻ. ഫിലിപ്പോസിൻ്റെ കേസറിയ പ്രദേശത്ത് വന്നപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. മറ്റെന്തോ ചോദിച്ചു ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി തമ്പുരാൻ ഒരു നാട്ടുവർത്തമാനത്തിലൂടെ വട്ടം കറങ്ങി കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ പരുന്തിറങ്ങുന്നത് പോലെ സാവധാനം മനുഷ്യൻ്റെ അന്തരാത്മാവിലേക്ക് ഒന്ന് കൊത്തിപ്പിറക്കിയെടുക്കാൻ, ആത്മാവിനെ കൊത്തിയെടുക്കാനുള്ള ഒരു റാഞ്ചന നടത്താൻ ഇറങ്ങുന്ന ഒരു പ്രക്രിയയാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. നാട്ടുകാരെന്നെപ്പറ്റി എന്തു പറയുന്നു? ശിഷ്യന്മാരെന്ന് മറുപടി പറഞ്ഞു, ഓരോരുത്തരായി മറുപടി പറഞ്ഞു. അങ്ങ് ജെറമ്യാ പ്രവാചകനാണെന്നാണ് ചിലർ പറയുന്നത്. വേറൊരു ശിഷ്യൻ പറഞ്ഞു, അങ്ങ് ഏലിയാ പ്രവാചകനാണെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറയുന്നത്. ഉടനെ മൂന്നാമതൊരുവൻ പറഞ്ഞു, യേശുവേ, ഇത് രണ്ടും ശരിയല്ല കർത്താവേ. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ജെറമിയാന്നോ അല്ലെങ്കിൽ ഏലിയാന്നോ ഒന്നുമല്ല, പ്രവാചകന്മാരിൽ ആരോ ഒരുവൻ. ആരാണെന്ന് ആർക്കും വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. ഉടനെ നാലാമത് ശിഷ്യൻ പറഞ്ഞു, ഇതൊന്നും ശരിയല്ല കർത്താവേ. ഞങ്ങളുടെ പട്ടത്തിൽ പറയുന്നത് ആശാരിക്കാരനായ ഔസേപ്പിയേട്ടൻ്റെ മകനാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും നാട്ടുകാർക്ക് ഓരോരുത്തർക്കും എന്നെക്കുറിച്ചുള്ള അഭിപ്രായം യേശു ആരാഞ്ഞതിന് ശിഷ്യന്മാർ കൊടുത്ത മറുപടിയാണ് നമ്മൾ മേൽ കണ്ടത്. അത് കഴിഞ്ഞിട്ട് യേശു ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? Whom do you say that I am? Actually, he wanted to know that. യേശു ആരാണെന്നാണ് എൻ്റെ കൂടെ നടക്കുന്ന മനുഷ്യരുടെ ശിഷ്യന്മാരുടെ സങ്കല്പവും പ്രതീക്ഷയും എന്നറിയാൻ യേശുവിന് വ്യക്തമായി അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് താൻ ആരാണെന്നാണ് ഇവർ സങ്കല്പിച്ചിരിക്കുന്നത് അത് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ചോദിച്ചതാണ് നാട്ടുകാർക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം. അപ്പോൾ താൻ ആരാണ് എന്ന ചോദ്യത്തിന് പത്രോസാണ് മറുപടി സാധാരണ പറയുന്നത്. പത്രോസ് മറുപടി പറഞ്ഞു, അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആകുന്നു. ഉടനെ ഈശോ പറഞ്ഞ മറുപടി, ജോനയുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനോട് അവനെ ഭാഗ്യവാൻ എന്ന് വിളിച്ചാൽ അതിനപ്പുറത്ത് ഈ ലോകത്തിൽ എന്നതാ നേടിയെടുക്കേണ്ടത്? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് ശിമയോൻ പത്രോസിനെ കയറി യേശു ജോനയുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ എന്ന് വിളിച്ചത്? എപ്പോഴാണ്? യേശു തമ്പുരാൻ ആരാണെന്ന് അവന് വ്യക്തമായി തിരിച്ചറിഞ്ഞപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹാകുന്നു. യഹൂദരുടെ ഇടയിൽ പ്രതിമകളുണ്ട്, ദൈവങ്ങളുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കും. അതിൻ്റെ പ്രതിമകളുടെ മുൻപിൽ പോയി അവർ പ്രാർത്ഥിക്കുകയും കൈവിരിക്കുകയും കണ്ണുയർത്തുകയും കാലുയർത്തുകയും എല്ലാം സ്തുതി പാടുകയും എല്ലാം ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പ്രതിമയുടെ മുമ്പിൽ കിടന്നുകൊണ്ട് എന്തെല്ലാം കാണിച്ചാലും അത് കണ്ണു തുറന്നാണ് ഇരിക്കുന്നതെങ്കിലും ഈ പ്രതിമയ്ക്ക് കാണാൻ നിവർത്തിയില്ല. ചെവിയുണ്ട്, പ്രത്യക്ഷത്തിൽ കേൾക്കാൻ നിവർത്തിയില്ല.
കൈ കൊണ്ട് പ്രത്യക്ഷത്തിൽ ചരിപ്പിക്കാൻ നിവർത്തിയില്ല, കാരണം ജീവനില്ലാത്തതാണ്. ഈ കൈകൾക്ക്, കാതുകൾക്ക്, കണ്ണുകൾക്ക്, നാവിന്, ഹൃദയത്തിന് ജീവനില്ല. ഞാൻ ആരാണെന്നാ നിങ്ങൾ പറയുന്നത്? പത്രോസ് വ്യക്തമായി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹയാണ്. ഞങ്ങളുടെ വേദനയും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും കാണാനും കേൾക്കാനും അനുഭവിക്കാനും തിരിച്ചറിയാനും മറുപടി നൽകാനും പറ്റുന്ന, അതിന് പോന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹയാണ് അവിടുന്ന്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ട് ഞാൻ പോകുന്നു, പ്രശ്നമില്ലെന്ന് പത്രോസ് പറയാനിടയായത്. കാരണം പത്രോസ് അവനെ തിരിച്ചറിഞ്ഞു. വേദപുസ്തകത്തിൽ കാണുന്ന യേശുതമ്പുരാൻ ആരാണെന്ന് വ്യക്തമായിട്ട് പത്രോസ് മനസ്സിലാക്കി. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാണ്. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഈ തിരിച്ചറിവാണ് ആദ്യം നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശുതമ്പുരാൻ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. മറ്റൊരു ഉദാഹരണമാണത്. അവിടെയും ശിഷ്യന്മാർക്ക് തന്നെക്കുറിച്ചുള്ള സങ്കല്പം എന്തെന്ന് പിടിച്ചെടുക്കുന്നതിന് യേശുതമ്പുരാൻ ഒരുക്കുന്ന ഒരു വഴിയാണത്. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, തോമസ് പറഞ്ഞു, നീ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ ഞങ്ങളെ വഴി എങ്ങനെ അറിയാനാ? ഷാലോം ടിവിയുടെ സെന്ററിലേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയായിരുന്നെങ്കിൽ പോകാൻ സാധ്യതയുള്ള വഴി ഞങ്ങൾക്കറിയായിരുന്നു. ഇതെങ്ങോട്ടാ പോകുന്ന അറിയത്തില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയാമോ എന്ന് ഈശോ ചോദിക്കുകയല്ല ചെയ്തത്. അറിയാം. He has taken it for granted. He is assuming. കാരണം അവനെ അനുധാവനം ചെയ്യുന്നവൻ അവൻ്റെ വഴികൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ നിർബന്ധമുണ്ട്. അവൻ്റെ സ്റ്റൈലും ശൈലിയും പോക്കും വഴികളും മാർഗങ്ങളും രേഖകളും പ്രീസെപ്റ്റുകളും പഠനങ്ങളും മനുഷ്യൻ അവൻ്റെ അനുഗാമികൾ മക്കൾ അറിഞ്ഞിരിക്കണം, അവൻ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവൻ അറിയാമെന്ന് ചോദിച്ചില്ല, നിങ്ങൾക്കറിയാം. യു ആർ എക്സ്പെക്റ്റഡ് ടു നോ ഇറ്റ്, യു ആർ സപ്പോസ് ടു നോ ഇറ്റ്. അപ്പോൾ ശിഷ്യന്മാർ തോമസ് പറഞ്ഞു, അറിഞ്ഞുകൂടെ എങ്ങോട്ടാ പോകുന്നതിന് വഴി പിന്നെ എങ്ങനെ അറിയാനാ? ഉടനെ തമ്പുരാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ പരിതാപകരമായി പോയി നിങ്ങൾക്കത് അറിയത്തില്ല എന്ന് പറഞ്ഞത്. അറിയേണ്ടതായിരുന്നു. എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം, വഴിയും സത്യവും ജീവനും ഞാനാണ് വഴിയും സത്യവും ജീവനും. ഉടനെ ഫിലിപ്പോസ് പറഞ്ഞു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ, ഞങ്ങൾക്കത് മതി. വാസ്തവം പറഞ്ഞാൽ മലയാളത്തിലെ ഈ ട്രാൻസ്ലേഷന് എനിക്ക് വ്യക്തിപരമായിട്ട് തൃപ്തിയായില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കാണുന്ന വാക്യം എന്താണെന്നറിയാവോ? ഷോ us the Father in heaven, that's all we need. അതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇവിടെ അത് ഞങ്ങൾക്ക് അത് മതി എന്നാണ് ചേർത്തത്. അതിൻ്റെ ശരിയായ അർത്ഥം വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദാറ്റ്സ് ഓൾ വി നീഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഈ ലോകത്തിൽ വേറെ ആവശ്യമില്ല, അത് മാത്രമേ ആവശ്യമുള്ളൂ. അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഏറെക്കുറെ അർത്ഥം ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കത് മതി. ഈ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവൻ്റെ സംതൃപ്തികളെ സാറ്റിസ്ഫാക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനെ വേണേൽ 4ആയിട്ട് നമുക്ക് അടിസ്ഥാനപരമായിട്ട് തിരിക്കാം. ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ, ഇന്റലക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഓരോരുത്തരെയും എടുത്താൽ ഈ 4-ൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ എല്ലാവരും പെടും. മനുഷ്യൻ സംതൃപ്തി കണ്ടെത്തുന്നത് ചില ഒരു നല്ല ശതമാനം ആൾക്കാർ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭൗതികമായ സംതൃപ്തി. അവർക്ക് ഒരു 2 നില കെട്ടിടം അല്ലെങ്കിൽ ഒരു 4 നില കെട്ടിടം, അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉള്ള ബെഡ്റൂമുകൾ, അതുപോലെ തന്നെ സംവിധാനങ്ങൾ, അകത്ത് അൽസേഷൻ, പുറത്ത് അൽസേഷൻ, അകത്ത് പണിക്കാരെ, പുറത്ത് പണിക്കാരെ, കാർ പോർച്ച്, കോഴി പോർച്ച്, പട്ടി പോർച്ച്, ചെടിച്ചട്ടികൾ, ഇങ്ങനെ വലിച്ചു വാരി എല്ലാം ഉണ്ടാക്കി തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെ സൗകര്യവും സംവിധാനമുണ്ട്. അവർ തൃപ്തരാണ്. അവർക്ക് ഈ ലോകത്തിൽ വേറെ ഒന്നും വേണ്ട, സംതൃപ്തരാണ് അവർ. ഈ അടുത്ത കാലത്ത് കുറേ നാൾക്ക് മുമ്പ് ഗൾഫിൽ രാജ്യത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സംസാരമധ്യേ ഒരു ചേച്ചി പറഞ്ഞത് ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു 2 കുഞ്ഞുങ്ങളുടെ 2 ഭാര്യയ്ക്കും ഭർത്താവ് നല്ല ജോലി ചെയ്യുക. അവരുടെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാൻ പോയതാ. പ്രാർത്ഥന കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നാണ്ട് വിശേഷമെന്ന് ചോദിച്ചപ്പോൾ ആ പെങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയായിരുന്നു. ഫാദർ, വി ആർ വെരി ഹാപ്പി നൗ. വൈ? വി ഹാവ് എ കംഫർട്ടബിൾ ബാങ്ക് ബാലൻസ്. ദൈവം സാക്ഷിയായിട്ട് ആ സ്ത്രീ പറഞ്ഞ മറുപടിയാണ്, വി ഹാവ് എ കംഫർട്ടബിൾ ബാങ്ക് ബാലൻസ്. ഞങ്ങൾക്ക് നല്ലൊരു സമ്പാദ്യം ബാങ്കിലുണ്ട്. അതാണ് അതിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ. അതുകൊണ്ട് ഞങ്ങൾ സംതൃപ്തരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ. കുറച്ച് പണം ബാങ്കിലുണ്ട്, സംതൃപ്തരാണ്.
ജീവിതത്തിൻ്റെ ജടികമാസുഖങ്ങളെല്ലാം ഉണ്ടോ? സംതൃപ്തരാവർ. അവർക്ക് വേറെ ഒന്നും വേണ്ട, അവരതിൽ സംതൃപ്തരാണ്. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടരാണ് ഇൻ്റലക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ള തേടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ബൗദ്ധികമായ സംതൃപ്തി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പണമോ ഭർത്താവോ തീറ്റോ കുടിയോ കിടപ്പോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. പിന്നെ എന്നത് അവരുടെ പ്രശ്നം? ഞാൻ ബുദ്ധിരാക്ഷസനാണ് എന്ന് 4 പേര് പറഞ്ഞു കേട്ടാൽ മതി. അവൻ അപാര തലയാ കേട്ടോ, അവനെ സമ്മതിക്കണം, അവൻ്റെ ബുദ്ധി കുറച്ച് ഭയങ്കരമാണ്, ഇതൊന്ന് അംഗീകരിച്ച് കൊടുത്തേച്ചാൽ മതി. അവർ സംതൃപ്തരാണ്. അവരെന്തുകൊണ്ടാണ് അവർ എഴുതുന്നിടത്തും കത്തിന് നോട്ടീസിനും ഇടയ്ക്കല്ല SLC BD CBA CBA MA ഈ ഡിഗ്രി എല്ലാം വാലുപോലെ വേണം നിരത്തി വയ്ക്കും, എന്തെങ്കിലും കണ്ടുപിടിക്കും. BSc MSc എഴുതി വേണേൽ PBക്ക് എന്ന് പുറത്ത് എഴുതി വെക്കും. എന്നതാ പാലായിൽ ബസ് കാത്തു വന്നു. അതാണ്, അത്രേ ഉള്ളൂ. ഡിഗ്രി ഒപ്പിച്ചാൽ മതിയല്ലോ, എങ്ങനെയെങ്കിലും ഡിഗ്രി ഒപ്പിച്ചാൽ മതിയല്ലോ. അവരുടെ സാറ്റിസ്ഫാക്ഷൻ അതാണ്. അവർക്ക് വാലുനീള ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞേച്ചാൽ മതി, അവർ സംതൃപ്തരാണ്. അതാണ് രണ്ടാമത്തെ കൂട്ടർ. ഈ കൂട്ടർക്ക് ഭക്ഷണവും വസ്ത്രവും ഭാഗപ്പെടുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ. അവർക്ക് ഭക്ഷണവും പ്രശ്നമല്ല, ഡിഗ്രിയും പ്രശ്നമല്ല, പണവും പ്രശ്നമല്ല, സമ്പാദ്യവും പ്രശ്നമല്ല, പിന്നെ എന്നതാണ് എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. അതാണ് അവരുടെ സംതൃപ്തി. എല്ലാവരുടെയും കണ്ണിലുണ്ടിയാണ് ഞാൻ അവിടെ ഓഫീസ് ചെല്ലുമ്പോഴത്തേക്കിന് ഞാൻ ചെന്നില്ലെങ്കിൽ എല്ലാവരും എന്നെ തുറക്കും, എല്ലാവരും എന്നെ തിരക്കുകയും ചെയ്യും. എന്നെ കണ്ടില്ലെങ്കിൽ അവർക്ക് ആകെ പ്രയാസമാണ്. അവരെല്ലാം പറയുകയും ചെയ്യും, ഞാനില്ലെങ്കിൽ ഒരു രസമില്ല. അന്തോണിച്ചൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മറിയമ്മ ഇല്ലാത്തതിൻ്റെ ഒരു ദുഃഖം അനുഭവിക്കാനുണ്ട്. അങ്ങനെ ഞാനില്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും സങ്കടമാണ്. അതുപോലെ തന്നെയാണ്, ഞാൻ പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കുകയും ചെയ്യും, എന്നെ എല്ലാവർക്കും വലിയ കാര്യമാണ്. ഇതാണ് ഒരു കൂട്ടരുടെ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ്സ് കോൾഡ് ഇമോഷണൽ അല്ലെങ്കിൽ വൈകാരിക സംതൃപ്തി. എല്ലാവർക്കും അവരോട് സ്നേഹമാണെന്നൊന്ന് പറഞ്ഞേച്ചാൽ മതി. അങ്ങനെ ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ ഇതിനകത്ത് എല്ലാവരും പെടും. അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർ. നാലാമതൊരു കൂട്ടരുണ്ട്, ഈ ഇൻ്റലക്ച്വലുമല്ല, ഇമോഷണലുമല്ല, ഫിസിക്കലുമല്ല, സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ. ആ നാലാമത്തെ കൂട്ടത്തിൽ പെടുന്ന കറയില്ലാത്ത ഒരു കത്തോലിക്കനെയാണ് 14-ാം അധ്യായം യോഹന്നാൻ 8-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ഫിലിപ്പോസ് പറഞ്ഞ മറുപടി, പിതാവിനെ കാണിച്ചു തരണേ, അത് മതി. ഷോ us the Father in heaven, that's all we need. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അതേ ഉള്ളൂ, ഞങ്ങൾക്കത് മതി, വേറെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പിതാവിനെ കാണിച്ചു തരണേ. സഹോദരി സഹോദരന്മാരെ, നമ്മളിൽ എത്ര പേരുണ്ട്, രോഗമാകട്ടെ അസുഖമാകട്ടെ എന്ത് പ്രശ്നമാകട്ടെ, എനിക്ക് തമ്പുരാനെ കാണണം, തമ്പുരാനെ ഒന്ന് കണ്ടാൽ മതി, അത് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ജീവിച്ചിരിക്കുമ്പം തമ്പുരാനെ കാണാനും അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണ് ഉണ്ടാകുന്നത്? കാരണം ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഈസ് ഓൺലി എ കണ്ടിന്യൂവേഷൻ ഓൺ ദ ലൈഫ് ഓൺ എർത്ത് ഹിയർ. ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ തുടർച്ച മാത്രമാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. യേശു തമ്പുരാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം തരും. അവനവൻ്റെ പ്രവർത്തിക്കനുസരിച്ച്. നീ മാനസാന്തരപ്പെട്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ആകുന്നില്ലെങ്കിൽ സത്യമായിട്ട് നീ എൻ്റെ രാജ്യം കാണുകയില്ല. മരിച്ചു കഴിഞ്ഞ ആർക്കും മാനസാന്തരപ്പെടാൻ സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ആ അനുഭവം കരസ്ഥമാക്കിക്കോണം. കാരണം മരണാനന്തര ജീവിതം ഇവിടുത്തെ തുടർച്ചയായതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പം തമ്പുരാനെ കണ്ടറിഞ്ഞ് അനുഭവിച്ച് കടന്നുപോയാൽ മാത്രമേ അത് സാധിക്കൂ. അങ്ങനെ ഫിലിപ്പോസിനെ പോലെ പിതാവിനെ കാണിച്ചു തരണേ, ഞങ്ങൾക്കത് മതി എന്ന് വേദപുസ്തകത്തിൽ അതേ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ അതേ ഒരു പാരലൽ ലൈൻസിൽ ആഗ്രഹിക്കുന്നവരെ ധാരാളം നമുക്ക് വേറെയും കണ്ടുമുട്ടാം. ധൂർത്തപുത്രൻ, നല്ല കള്ളൻ, സക്കേബൂസ്, ഇവരുടെയൊക്കെ ആഗ്രഹം നോക്ക്, യേശുവിനെ കാണണം, കൺകുളിർക്കെ കാണണം, അതുമാത്രമാണ് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാകണമെങ്കിൽ യേശു തമ്പുരാൻ എനിക്ക് ആരാണ് എന്ന ചോദ്യത്തിന് ശരിയായ മറുപടി നമുക്ക് കൊടുക്കാൻ സാധിക്കണം. വേദപുസ്തകം നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കാ, യോഹന്നാൻ നമ്മൾ പരിശോധിക്കാമെങ്കിൽ ഓരോ വ്യക്തികൾക്കും യേശു തമ്പുരാൻ ആരായിരുന്നു എന്ന് തിരിച്ചറിവിൻ്റെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ കാണാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പൂജരാജാക്കളെ എടുത്തു നോക്ക്.